ജി സുധാകരനെ അനുനയിപ്പിക്കാനുള്ള CPM ശ്രമം പാളി. കുട്ടനാട്ടിൽ ഇന്ന് നടക്കുന്ന അച്യുതാനന്ദൻ പുരസ്കാര ചടങ്ങിൽ ജി സുധാകരൻ പങ്കെടുക്കില്ല. പരിപാടിയിലേക്ക് CPM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത, ജില്ലാ സെക്രട്ടറി R നാസർ എന്നിവർ വീട്ടിലെത്തി സുധാകരനെ ക്ഷണിച്ചിരുന്നു. എന്നാൽ പരിപാടിയുടെ നോട്ടീസിൽ സുധാകരന്റെ പേരുണ്ടായിരുന്നില്ല. അതേസമയം കരുനാഗപ്പള്ളിയിൽ നേരത്തെ തീരുമാനിച്ച മറ്റൊരു പരിപാടിയിൽ സുധാകരൻ പങ്കെടുക്കും. സെയ്ഫ് സെൻലബ്ദീൻ വിവരങ്ങൾ നൽകും. സെയ്ഫ, നേതാക്കൾ വീട്ടിലെത്തി ക്ഷണിച്ചിരുന്നുവെങ്കിലും ആ പരിപാടിയുടെ ഔദ്യോഗിക പോസ്റ്ററിൽ അല്ലെങ്കിൽ നോട്ടീസിൽ സുധാകരന്റെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല. അതും ഒരു അവഗണനയായി കണ്ടാണോ സുധാകരൻ പങ്കെടുക്കാത്തത്? ദിവ്യ, ഇത് ആലപ്പുഴയിലെ ജില്ലാ നേതൃത്വം തന്നെ പൂർണ്ണമായി അവഗണിക്കുന്നു എന്നുള്ള തോന്നൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു വസ്തുത കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് സുധാകരനെ വേട്ടയാടുന്നുണ്ട്. ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട പാർട്ടി പരിപാടികളിലൊന്നും തന്നെ സുധാകരനെ പങ്കെടുപ്പിക്കുന്നില്ല എന്നുള്ള പരാതി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അത് അടുത്ത വൃത്തങ്ങളുമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജില്ലാ സമ്മേളനത്തിന്റെ പരിപാടിയുടെ ഭാഗമായിട്ട് പോലും അദ്ദേഹത്തെ വിളിച്ചിരുന്നില്ല. ആലപ്പുഴയിലെ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളാണ് താൻ എന്നുള്ള ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഒരു വാചകം പറയുന്നത്. ഇപ്പോൾ എളമരം കരീം വന്നാൽ അമ്പലപ്പുഴയിലെ സീറ്റ് ജയിക്കാൻ കഴിയുമോ? ആലപ്പുഴയിൽ 9 സീറ്റുണ്ട്, 8 സീറ്റും ജയിച്ചു. അത് ആര് ആണ് ജയിപ്പിച്ചത് തുടങ്ങിയ ചോദ്യങ്ങളത് ഉന്നയിക്കുന്നത് ആലപ്പുഴയിലെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിലെ ജനകീയ അടിത്തറയുമായി ബന്ധപ്പെട്ട് കൃത്യമായ ബോധ്യം അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ അദ്ദേഹത്തെ പൂർണ്ണമായി അവഗണിക്കുന്നു എന്ന തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം എളമരം കരീമിനെതിരെ, H സലാമിനെതിരെ, സജി ചെറിയാനെതിരെ അദ്ദേഹം കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചത്. അത് സംസ്ഥാന നേതൃത്വത്തിനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ചേർത്ത് കൊണ്ടുപോകണം എന്നുള്ള നിലപാടാണ് ഉള്ളത്. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് അങ്ങനെ ഒരു നിലപാടാണ് ഉള്ളത്. അതിന്റെ ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ജില്ലാ സെക്രട്ടറിയും കേന്ദ്ര കമ്മിറ്റി അംഗവും കൂടി അദ്ദേഹത്തെ വീട്ടിൽ കാണാൻ വേണ്ടി പോവുകയും ഈ പരിപാടിയിലേക്ക് അദ്ദേഹത്തെ നേരിട്ട് ക്ഷണിക്കുകയും ചെയ്തത്. പക്ഷേ തന്റെ അതൃപ്തി അവിടെ തീരുന്നില്ല എന്നുള്ള വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം ഇന്നത്തെ ആ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ നേരത്തെ കമ്മിറ്റ് ചെയ്തൊരു പരിപാടി കരുനാഗപ്പള്ളിയിലുണ്ട്, ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ ഫലം കണ്ടിട്ടില്ല. കുട്ടനാട്ടിലെ പരിപാടിയിൽ പങ്കെടുക്കാതെ അദ്ദേഹം കരുനാഗപ്പള്ളിയിലെ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാനാണ് പോകുന്നത്. സെയ്ഫ് സെൻലബ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.